ഹിന്ദിയിലെ അതിമനോഹരമായ ഒരു പാഠമാണ് ഫൂൽ. ഡോക്ടർ രാം ദർശ് മിശ്രയാണ് ഇത് എഴുതിയിരിക്കുന്നത്. മുൻപൊക്കെ ആണെങ്കിൽ നമ്മളൊക്കെ, അതായത് മനുഷ്യർ പുറത്തേക്ക് ഇറങ്ങി കാറ്റ് കൊള്ളും, അതുപോലെ തന്നെ പൂക്കളുടെ മനോഹാരിതകൾ നുകരും, അതുപോലെ തന്നെ പ്രകൃതിയെ സ്നേഹിക്കും. ഇപ്പോഴങ്ങനെയല്ല, നമ്മൾ തന്നെ അകത്തേക്ക് കയറി, മുറിയിലേക്ക് കയറി കാറ്റിന് പകരം, പുറത്തെ കാറ്റിന് പകരം ഫാനിട്ട് കാറ്റ് കൊള്ളും. മറ്റേ അങ്ങനെയല്ല, പൂക്കളുണ്ടെങ്കിൽ അതിൻ്റെ സൗന്ദര്യം ആസ്വദിക്കും, അതിൻ്റെ ഗന്ധം നുകരും. ഇപ്പോഴങ്ങനെയല്ല, അകത്തേക്ക് കയറി മറ്റെന്തെങ്കിലും പെർഫ്യൂം സ്പ്രേ ചെയ്യും, അങ്ങനെയൊക്കെയുള്ള കാര്യം. അപ്പം കൃത്രിമ മാർഗ്ഗങ്ങളാണ് നമ്മൾ മിക്കവാറും ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് മനുഷ്യർ. പിന്നെ അതുപോലെ തന്നെ പ്രകൃതിയിൽ നിന്ന് കിട്ടുന്ന കാര്യങ്ങളെ നമ്മൾ ഉപയോഗിക്കുന്നില്ല എന്നുള്ള ഒരു കാര്യം അതിൻ്റെ ഒരു മുന്നറിയിപ്പ് കൂടിയാണ്. അതുപോലെ തന്നെ ഒന്നിനും പകരമായി നിൽക്കുന്നില്ല എന്നുള്ള ഒരു സന്ദേശം കൂടി ഇതിന് കൽപ്പിക്കുന്നുണ്ട് കവി രാം ദർശ് മിശ്ര. അപ്പം നമുക്ക് നോക്കാം. ഫൂൽ. बाजार में सजा प्लास्टिक के फलों का उद्यान, क्या गजब की रंगत है, जैसे बिना मौसम बाहर आ गए हैं। न मिट्टी गोड़ने की समस्या, न खाद न पानी, न चिड़ियों की रखवाली, न मौसम का इंतज़ार. എന്ന് പറഞ്ഞാൽ, വിപണിയിൽ ചെന്നപ്പോൾ, ബാസാറിൽ ചെന്നപ്പോൾ നല്ല മനോഹരമായ പൂക്കൾ കണ്ടു കവി. കണ്ടു കഴിഞ്ഞപ്പോൾ അതിനോട് വളരെയധികം ആകർഷണീയത തോന്നി. മനോഹരമാണ്, വളരെ മനോഹരമാണ്. ആ പൂക്കളെല്ലാം മേടിച്ചാലോ എന്ന് വിചാരിച്ചു. അതെല്ലാം കൊണ്ടുവന്ന് നമുക്ക് വീട്ടിൽ വയ്ക്കാം, നല്ല ഭംഗിയായിരിക്കും. നമ്മളും അങ്ങനെയൊക്കെ കരുതാറുണ്ട്. വളരെ പ്ലാസ്റ്റിക് പൂന്തോട്ടം അവിടെ നിർമ്മിച്ചേക്കുന്നത് കണ്ടു. അതിൻ്റെ മനോഹരമായ നിറം, ഭംഗി, ഇതെല്ലാം കവി ശ്രദ്ധിച്ചു. ഋതുഭേദങ്ങളൊന്നുമില്ലാതെ വസന്തം വന്നതുപോലെ. അതിന് മണ്ണ് വേണ്ട, അതിന് വളം വേണ്ട, അതിന് വെള്ളം വേണ്ട. പക്ഷികൾ കടിച്ച് മാറ്റും എന്നൊന്നും വിചാരിക്കേണ്ട. അങ്ങനെയുള്ള പക്ഷികളിൽ നിന്നുള്ള രക്ഷയുണ്ട്. അതുപോലെ തന്നെ കാലാവസ്ഥയ്ക്കായിട്ട് കാത്തിരിക്കേണ്ട. അങ്ങനെ ഒരുപാട് ഗുണവിശേഷങ്ങളുണ്ട് പ്ലാസ്റ്റിക് പൂക്കൾക്ക്. അത് മേടിച്ച് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് നാൾ കേടുകൂടാതെ അതുപോലെ നിന്നോളും. അപ്പോൾ അതിന് വെള്ളം ഒഴിക്കേണ്ട. സാധാരണ പൂച്ചട്ടികളിലെ പൂക്കൾക്ക് വെള്ളം ഒഴിക്കണം, വളമിടണം, തടം ഇളക്കി കൊടുക്കണം. ഇതങ്ങനെയൊന്നും വേണ്ട, വളരെ ഈസിയാണ്. മനുഷ്യൻ ഈസിനെസ്സാണ് ഇപ്പോൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്. എന്താണ് ഈസിയായിട്ട്? ഈ പൂക്കൾ എപ്പോഴും ഒരേ വികാരത്തോടെ തിളങ്ങാറുമുണ്ട്. അതിന് മോശം വേണ്ട, അതായത് അതിന് കാലാവസ്ഥയുടെ ഇതില്ല, വ്യതിയാനങ്ങൾ നോക്കേണ്ട കാര്യമില്ല. ചിടിയ, അതുപോലെ തന്നെ പക്ഷികൾ വന്ന് ഈ പൂക്കൾ കുത്തിപ്പറിക്കുമെന്ന് വിചാരിക്കേണ്ട. മിട്ടി, അതിൻ്റെ മണ്ണ് വേണമെന്നില്ല അതിന്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഒരുപാട് സവിശേഷതകൾ ഇതിന് കവി കാണുന്നുണ്ട്. एक ही भाव से हमेशा देखते हैं ये फूल, मैं इन्हें देर तक देखता रहा, फिर आँखों में उतरा गे चुभने हुए से अपने आंगन के खिलते मुरझाते फूल. ഇഷ്ടമില്ലാത്ത മറ്റ് ആ ജ്വലിക്കുന്ന നിറങ്ങളോടും വർണ്ണങ്ങളോടും കൂടിയ ആ പൂക്കളെ നമുക്ക് മേടിച്ചു വെക്കാമെന്ന് കവി വിചാരിക്കുന്നു. അത് കഴിഞ്ഞിട്ട് വന്നിട്ട് എന്ത് പറഞ്ഞു? നിങ്ങളുടെ മുറ്റത്തെ ആ വിരിയുന്ന പൂക്കൾ അവർ വേരോടെ എറിഞ്ഞു കഴിഞ്ഞു. घर पहुँचते ही उन्हें उखाड़ फेंका और देखते हुए बाजार को सजा दिया घर के पूरे अंतराल में. അപ്പോൾ എന്ത് ചെയ്തു? അത് വേരോടെ പിഴുതെറിഞ്ഞു. നമുക്ക് വേറെ പുതിയതുണ്ട്, അതായത് കമ്പോളത്തിൽ നിന്ന് മേടിച്ച പ്ലാസ്റ്റിക് പൂക്കളുണ്ട്. അത് വളരെ മനോഹരമാണ്. അപ്പോൾ അതെല്ലാം വീടിനുള്ളിൽ നിറയെ അങ്ങ് അലങ്കരിച്ച് വെച്ചു. അപ്പം ആര് വന്ന് നോക്കിയാലും വളരെ ഗംഭീരമാണ് കണ്ടു കഴിഞ്ഞാൽ കാഴ്ചകൾ. കർക്കെ പൂരെ അന്തരാൽമേ. ദിൻ ബീത്തെ, ദിവസങ്ങൾ കഴിഞ്ഞു. മഹീന ബീത്തെ, മഹീന എന്ന് പറയാൻ മാസങ്ങൾ. മോസം ബീത്തെ, കാലങ്ങൾ കഴിഞ്ഞു. സാരാ ഘർ ഏക് രസ് ഇൻ രംഗോ മേം ഡൂബാ രഹാ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ആ നിറങ്ങൾ അവിടെ ആകെ അങ്ങ് വർണ്ണം പൊഴിച്ചു. ഹവാവും നെ കഹ ഹമേ ഗന്ധ് ചാഹിയേ. ഹവ എന്ന് പറഞ്ഞാൽ കാറ്റ് വന്നിട്ട് എന്ത് പറഞ്ഞു ഇത് കണ്ടപ്പോൾ? ഞങ്ങൾക്ക് ഗന്ധം വേണം. അതായത് പുഷ്പത്തിനുള്ള ഒരു പ്രധാന സവിശേഷത എന്ന് പറഞ്ഞാൽ അതിന്
ഗന്ധമുണ്ട്, സുഗന്ധമുണ്ട്. അത് പ്ലാസ്റ്റിക് പൂവിനില്ല. മേം ചുപ്പ് രഹ, ഞാൻ മിണ്ടിയില്ല. മധുമക്ഖിയോം നെ കഹ, തേനീച്ചകൾ എന്ത് പറഞ്ഞു? ഹം രസ് ചാഹിയേ, ഞങ്ങൾക്ക് തേൻ വേണം. അപ്പോൾ പൂവിനുള്ള രണ്ടാമത്തെ ഗുണമെന്ന് പറഞ്ഞാൽ അതിന് പൂന്തേനുണ്ട്. ആ തേൻ ഞങ്ങൾക്ക് വേണം. ഞാൻ ചുപ്പ് രഹ, അന്നേരവും കവി ശബ്ദിച്ചില്ല. തിത്ലിയോം നെ കഹ ഹമേം കോമൾ സ്പർശ ചാഹിയേ, ഞങ്ങൾക്ക് എന്ത് വേണമെന്ന് പറഞ്ഞു? അതിന് ഒരു സ്പർശത്തിൻ്റെതായ ഒരു 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 പ്രത്യേകതയുണ്ട് പൂക്കൾക്ക്, അത് വേണമെന്ന് പറഞ്ഞു. അപ്പോൾ മേൻ ചുപ്പ് രഹ, തിത്തലി എന്ന് പറഞ്ഞാൽ ചിത്രശലഭം. മാനെ കഹ, അമ്മ എന്താണെന്ന് പറഞ്ഞത്? മുझे പൂജ കേലിയെ ഫൂൽ ചാഹിയേ, പൂജ കഴിക്കാൻ പൂക്കൾ വേണം. പൂജ കഴിക്കാനുള്ള പൂക്കൾ സാധാരണ പ്ലാസ്റ്റിക് പൂക്കൾ കൊണ്ട് ഒന്നും ചെയ്യാറില്ല. അത്തപ്പൂ ഇടാൻ പോലും നമ്മൾ സാധാരണ പൂക്കളാണ് ഉപയോഗിക്കുന്നത്. എന്നാൽ പ്ലാസ്റ്റിക് പൂക്കൾ കൊണ്ട് ഇടുന്നവരുണ്ടായിരിക്കാം. പക്ഷേ അത് ഇവിടെ കടൽ വേറെ, കടലാഴി വേറെ, ഉപ്പ് വേറെ, ഉപ്പുമാങ്ങ വേറെ എന്നൊക്കെ പറയുന്ന പോലെ രണ്ടും രണ്ടാണ്. ഒന്നും ഒന്നിനും പകരം നിൽക്കുന്നില്ല. മേൻ ചുപ്പ് രഹ, അത് കേട്ടും മിണ്ടിയില്ല. പത്നീനെ കഹ, ഭാര്യ എന്ന് പറഞ്ഞു, മുझे വേണി കേലിയെ ഫൂൽ ചാഹിയേ, അലങ്കരിക്കാൻ പൂക്കൾ വേണമെന്ന് പറഞ്ഞു. മേൻ ചുപ്പ് രഹ, ലേക്കിൻ എന്നാൽ ജബ് ബച്ചോനെ കഹ ബാബു മുझे ഫൂൽ ചാഹിയേ, ഞങ്ങൾക്ക് പൂക്കൾ വേണം. എന്തിനാണ്? ഫൂലോങ്കി പഹച്ചാൻ കേലിയെ, പഹച്ചാൻ എന്ന് പറയാം തിരിച്ചറിയുക. ഇപ്പോൾ പൂവിനെ തിരിച്ചറിയുക എന്ന് പറയുന്നത് അതൊരു വലിയ അനുഭവമാണ്. അതിനെ പ്ലാസ്റ്റിക് പൂക്കൾ കൊണ്ട് കൊടുത്തു കഴിഞ്ഞാൽ ശരിയാവില്ല. യഥാർത്ഥ പൂക്കളാണ് നമുക്ക് അനുഭവിച്ചറിയാൻ വേണ്ടതായിട്ടുള്ള സവിശേഷതകളുള്ളതിനാണ്. തോ മേം ചുപ്പ് ന രഖ് സക, ഇനി അന്നേരം എനിക്ക് മിണ്ടാതിരിക്കാൻ കഴിഞ്ഞില്ല. ഹൃദയ ഹാഹാകർ കർ ഉഠ, അപ്പോൾ എന്തെടുത്തു? വിഭ്രമം കൊണ്ട് ഞാൻ എഴുന്നേറ്റു. ഹായ് മേനെ ക്യാ കർ ദിയാ കി ബച്ചോം ഫൂലോം കി പഹച്ചാൻ സെ വഞ്ചിത് ഹോ ഗയാ. അപ്പോൾ കുട്ടികൾ പ്ലാസ്റ്റിക് പൂക്കൾ കൊടുത്തിട്ട് ഇതാണ് യഥാർത്ഥ പൂക്കൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു വഞ്ചിക്കപ്പെടുന്ന സ്ഥിതിയാണ്. അപ്പോൾ അത് പാടില്ല, കുട്ടികളെ അങ്ങനെ വഞ്ചിക്കാൻ പാടില്ല. അതുകൊണ്ട് യഥാർത്ഥ പൂക്കൾ തന്നെ നമുക്ക് കൊടുക്കേണ്ടിയിരിക്കുന്നു. അപ്പം കവി എന്ത് ചെയ്തു? മേനെ പ്ലാസ്റ്റിക് കെ സാരെ ഫൂൽ തോട്ട് ഡാലെ, എടുത്ത് എറിഞ്ഞു. അവർ ഫാവട ലഖർ അപ്പനെ അങ്കൻ കി, അങ്കൻ എന്ന് പറഞ്ഞാൽ മുറ്റം, ഫാവട എന്ന് പറഞ്ഞാൽ ഈ ഒരു കൂന്താലി എന്നൊക്കെ പറയും, മൺവെട്ടി. കി മിട്ടി സെ ജോച്ഛന ലഖ, അങ്ങോട്ട് മുറ്റത്തേക്ക് ഇറങ്ങിയിട്ട് മണ്ണ് കിളച്ച് മറിക്കാൻ തുടങ്ങി. എന്തിന്? പുതിയ പൂക്കളുടെ ചെടികൾ നടാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിലുണ്ടാകുന്ന പുഷ്പങ്ങൾ കാണുമ്പോൾ കുട്ടികൾക്ക് നമുക്ക് പറഞ്ഞു കൊടുക്കാൻ എളുപ്പമുണ്ട്. ഇതാണ് യഥാർത്ഥ പൂവ്, ഇതിനാണ് സുഗന്ധമുള്ളത്, ഇതിനാണ് തേനുള്ളത്, ഇതിനാണ് മൃദുസ്പർശമുള്ളത്. മിട്ടി മുസ്കുരായി, ഇപ്പോൾ അദ്ദേഹം മൺവെട്ടിയെടുത്ത് മുറ്റം കിളച്ചപ്പോൾ മിട്ടി എന്ന് പറഞ്ഞാൽ മണ്ണ് പുഞ്ചിരിച്ചു. വന്നാലും എന്തായാലും പ്ലാസ്റ്റിക് പൂക്കളൊക്കെ നിരത്തിയ ആൾ വന്നിട്ടുണ്ട്, നമുക്കിനിയും ഇവിടെ പരിലസിക്കാം. ഹവ ഖിൽഖിലായി, ഹവ എന്ന് പറഞ്ഞാൽ കാറ്റ്, കാറ്റപ്പോഴേക്കും ഓടി വന്നിട്ട് പുഞ്ചിരിക്കാൻ തുടങ്ങി. ഇങ്ങനെയാണ് വേണ്ടത്. ജൽ കൽ 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 ഗാനെ ലഗ, ജലവും പുഞ്ചിരിച്ചു. അപ്പം അങ്ങനെ ഇപ്പം നമ്മളെ ഈ യഥാർത്ഥമായ ഒരു സംഗതിക്ക് പകരം മറ്റൊന്ന് എന്ന് പറയുമ്പോൾ അതിനുണ്ടാകുന്ന ചില വിശേഷത കുറവുകളാണ് ഇവിടെ പറയുന്നത്. യഥാർത്ഥമായിട്ടുള്ള പ്രകൃതിയിൽ നിന്നുള്ള കാറ്റിന് പകരം അകത്തെ കാറ്റ് എന്ന് പറയുമ്പോൾ അതിൽ ചില വ്യത്യാസങ്ങളുണ്ടാവും. അങ്ങനെയാണ് പ്രകൃതിയിലെ എല്ലാ കാര്യങ്ങളും വളരെ കൂളിംഗ് എഫക്റ്റാണുള്ളത്. അപ്പോൾ ഇതിൽ ചോദിച്ചിരിക്കുന്ന ചില ചോദ്യങ്ങൾ നമുക്ക് നോക്കാം. അതായത് ജിസെ ബിന മൗസം ബഹാർ ആഖി ഹോ ഇസ് പർ അപന മത് പ്രകട് കരെ, അതായത് കാലമാകാതെ വസന്തകാലം വന്നിരിക്കുന്നതിനെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ്? പ്രകൃതിയിൽ വസന്തകാലത്ത് മാത്രമേ പൂക്കൾ ഉണ്ടാവാറുള്ളൂ, കാണാറുള്ളൂ. പക്ഷേ ചന്തയിലെ പ്ലാസ്റ്റിക് പൂക്കൾ എവിടെ കൊണ്ടുവന്ന് വെച്ചാലും എപ്പോൾ വേണമെങ്കിലും ഒരേ തരത്തിൽ എത്ര നാൾ വേണമെങ്കിലും ഇരുന്നോളും.
അതായത് പ്രകൃതി में वसंतकाल में ही सब कहीं तरह से फूल दिखते हैं. അപ്പോൾ कवि को बाजार के प्लास्टिक फूल के रंग और चमक देखकर जैसा लगा എന്ന് എഴുതിയാൽ മതി. അടുത്തത് एक भाव से हमेशा देखते रहते हैं ये फूल कवि के ऐसा क्यों कहा होगा. എപ്പോഴും ഇങ്ങനെ ഒരേ ഭാവത്തോടെ ജനിച്ചുകൊണ്ടിരിക്കുന്ന പൂക്കൾ എന്ന് കവി പറഞ്ഞിരിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ പ്ലാസ്റ്റിക് പൂക്കളുടെ നിറവും തിളക്കവും ഒന്നും ഒരിക്കലും നഷ്ടപ്പെടുന്നില്ല. അതെപ്പോഴും ഒരേ രീതിയിൽ ഇരുന്നുള്ളതിന് വാട്ടം ഒന്നും ഉണ്ടാകുന്നില്ല. പ്ലാസ്റ്റിക് ഫൂലോं के रंग और चमक हमेशा है എഴുതിയാൽ മതി. सारा घर एक रस इन रंगों में डूबा रहा എന്ന് പറഞ്ഞാൽ വീട് മുഴുവൻ ഒരുപോലെ നിറങ്ങളിൽ മുഴുകിയിരുന്നു എന്ന് പറഞ്ഞാൽ പ്ലാസ്റ്റിക് പൂക്കൾ കൊണ്ടുവച്ചപ്പോഴേക്കും അവിടെ വർണ്ണങ്ങളുടെ ഒരു വർണ്ണവൈവിധ്യം അവിടെ നിറഞ്ഞു കഴിഞ്ഞിരുന്നു. അതിനെക്കുറിച്ച് എന്താ പറയുന്നത്? കവിയുടെ വീട്ടിലെ പൂക്കൾ കൊണ്ട് അലങ്കരിച്ച പൂക്കൾ തിളക്കത്തിലും അതിൻ്റെ ഭംഗിയിലും മുന്നിട്ട് നിന്നിരുന്നു എന്നർത്ഥം. പിന്നെ ഹവ, മധുമക്ഷി, തിത്തലി ആദി പ്ലാസ്റ്റിക് കെ ഫൂലോं से क्यों असंतुष्ट है. എന്തുകൊണ്ടാണ് ഇവരെല്ലാം അസന്തുഷ്ടരായത്? ആര്? ചിത്രശലഭവും കാറ്റും ഒക്കെ തന്നെ. അപ്പോൾ നമുക്കറിയാമല്ലോ, നമ്മൾ പറഞ്ഞല്ലോ, കാറ്റിന് എന്താണ് വേണ്ടത്? സുഗന്ധം വേണം. തേനീച്ചയ്ക്ക് എന്താണ് വേണ്ടത്? തേൻ വേണം. അപ്പോൾ പ്രകൃതിയിൽ നിന്ന്, പൂക്കളിൽ നിന്ന് എന്താണ് കിട്ടുന്നത് ഇവർക്കൊക്കെ എന്നുള്ളത് നമ്മൾ എഴുതിയാൽ മതി. അതൊന്നും കിട്ടാതെ വന്നപ്പോഴാണ് അവർ അസന്തുഷ്ട പ്രകട് കർത്തേ. ശലഭം തുടങ്ങിയവയ്ക്ക് ഗന്ധമില്ലാത്തത് കൊണ്ട് അങ്ങനെയുള്ള കാര്യം എഴുതുക. വെച്ച ഫൂലോं की पहचान करना चाहता है. തിരിച്ചറിയേണ്ടതായിട്ട് വന്നിട്ടുണ്ട് കുട്ടികൾക്ക് പൂക്കളെ. അപ്പോൾ കുട്ടികളുടെ എന്ത് മനോഭാവമാണ് ഇവിടെ പ്രകടമാകുന്നത്? ബച്ചേക്ക കോൻസ മനോഭാവ പ്രകട ഹോത്താ ഹേ. എന്താണ്? അവർ വളരെ നിഷ്കളങ്കരാണ്. കുട്ടികൾക്ക് പ്രകൃതിയിൽ വിടരുന്ന പൂക്കളുടെ ഗന്ധം, നിറം, മൃദുത്വം ഇതൊക്കെ തിരിച്ചറിയാൻ അവർ ആഗ്രഹിക്കുന്നു. അവർ പ്രകൃതി में खिलते फूल का गंध, रंग, कोमलता आदि पहचानता चाहता है. അത്രയുള്ള അതിൻ്റെ ഉത്തരം. कविता की विशेष शैलियों को पहचानें और लिखें. ഏതൊക്കെയാണ് പ്രധാനമായിട്ടുള്ള ശൈലികൾ? ബിനാ മോസം, ബഹാർ, ആന, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ. അപ്പോൾ ഈ കവിത വളരെ ഭംഗിയായി ശ്രദ്ധിക്കുക, ധാരാളം പ്രാവശ്യം വായിക്കുക. അപ്പോൾ തന്നെ നമുക്ക് ചോദ്യോത്തരങ്ങൾ മനസ്സിലാകും. അപ്പം ഇതിൻ്റെ അർത്ഥങ്ങളൊക്കെ പഠിക്കണം. ഇതിൻ്റെ എന്ത് കാര്യങ്ങളും സംശയമായിട്ട് ചോദിക്കാം, കമൻസ് ഇടാം. എല്ലാവരും ശ്രദ്ധിക്കുക. അടുത്തൊരു പാഠവുമായിട്ട് നമുക്കെത്താം. താങ്ക് യു.